ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ്ത് സെം ബികോമിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡോപ്ഷൻ ഓഫ് GST ഇൻ ഇന്ത്യ, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇത് മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ എലിമിനേഷൻ ഓഫ് ടാക്സ് ഓൺ ടാക്സും അതുപോലെ തന്നെ ഡബിൾ ടാക്സേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്, ഇന്ത്യയിൽ GST നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ GST വരുന്നതിന് മുന്നേ പ്രൊഡക്റ്റിനൊക്കെ ഹയർ പ്രൈസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് കുറേ മുന്നേ ഉള്ള, അതായത് 2017 അതിന് മുന്നേയൊക്കെയുള്ള കാര്യമല്ലേ. ഓക്കെ, ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് എ ഡുവൽ GST സ്ട്രക്ചർ ഇൻ 2017. Okay, the main objective of incorporating the GST is to eliminate tax on tax and double taxation which cascades from the manufacturing level to the consumption level. അതായത് നമ്മുടെ ഈ ഒരു GST നിലവിൽ വരുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എലിമിനേറ്റ് ടാക്സ് ഓൺ ടാക്സും അതുപോലെ തന്നെ ഡബിൾ ടാക്സേഷനും വിച്ച് കാസ്കേഡ്സ് ഫ്രം ദി മാനുഫാക്ചറിങ് ലെവൽ ടു ദി കൺസംഷൻ ലെവൽ. അതായത് ടാക്സ് അടയ്ക്കേണ്ട ആ ഒരു ലെവൽ ഉണ്ടല്ലോ, അത് മാനുഫാക്ചറിൽ നിന്നും കൺസംഷൻ ലെവലിലോട്ട് വന്നു. അതായത് ആരാണോ അത് കൺസ്യൂം ചെയ്യുന്നത് അവരായിരിക്കണം അതെന്തടയ്ക്കേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ള ആ ഒരു രീതിയിലോട്ട് വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അത് എക്സ്പോർട്ട്, അതായത് നമ്മുടെ ഇപ്പോൾ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വേറൊരു സംസ്ഥാനത്തോട്ട് പോവുകയാണ്, ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള വേറൊരു സംസ്ഥാനത്തോട്ട് ഒരു സാധനം പോകുമ്പോൾ ഏത് സംസ്ഥാനത്താണോ അത് കൺസ്യൂം ചെയ്യുന്നത് ആ സംസ്ഥാനത്തായിരിക്കും അതിൻ്റെ ടാക്സ് റവന്യൂ കിട്ടുന്നത്. അതായത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലോട്ടൊരു സാധനം എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെയുള്ളവരാണ് ആ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സർക്കാരിനായിരിക്കും ആ ഒരു ടാക്സ് റവന്യൂ കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് എ ഡ്യുവൽ GST സ്ട്രക്ചർ ഇൻ 2017. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് ദ GST ഈസ് ടു എലിമിനേറ്റ് ടാക്സ് ഓൺ ടാക്സ് ആൻഡ് ഡബിൾ ടാക്സേഷൻ വിച്ച് കാസ്കേഡ് ഫ്രം ദി മാനുഫാക്ചറിംഗ് ലെവൽ ടു ദി കൺസംഷൻ ലെവൽ. അത്ര എഴുതുക. അതുപോലെ തന്നെ ദ പ്രീവിയസ് സിസ്റ്റം വിത്ത് നോ GST ഇംപ്ലൈസ് that tax is paid on the value of goods and margin at every stage of the production process. This would translate to a higher amount of total taxes paid, which is carried down to the end consumer in the form of higher cost for goods and services. The implementation of the GST system in India is therefore a measure that is used to reduce inflation in the long run as price for goods will be lower. Okay, അതാണ് നമ്മുടെ അഡോപ്ഷൻ ഓഫ് GST ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കിതിൽ കുറച്ച് റേറ്റ് പറയുന്നുണ്ട്. ഇന്ത്യ ഹാസ് സിൻസ് ലോഞ്ചിങ് ദ GST ഓൺ July 1, 2017 ഇംപ്ലിമെൻറ്റഡ് 5 ഡിഫറെൻറ്റ് ടാക്സ് റേറ്റ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സ് റേറ്റ്. പക്ഷേ നമുക്ക് ഓൾറെഡി 6 പറഞ്ഞിട്ടുണ്ട്, ഇതിൽ 5 6 ഓൾറെഡി ഉള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. A 0% ഫസ്റ്റത്തെ ടാക്സ് റേറ്റ് ആണ്. A 0% ടാക്സ് റേറ്റ് അപ്ലൈ ടു സെർട്ടൈൻ ഫുഡ്സ്, ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഹോം സ്പൂൺ, കോട്ടൺ ക്ലോത്ത് ആൻഡ് ഹോട്ടൽ സർവീസസ് 100 rupees 1000. അതായത് നമ്മുടെ ഈ എസെൻഷ്യൽ ഐറ്റംസ് ഉണ്ടല്ലോ, എസെൻഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള ഫുഡ്, ബുക്സ്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ, പിന്നെ ക്ലോത്ത്, പിന്നെ ഹോട്ടൽ സർവീസിൽ 1000 രൂപയിൽ താഴെയാണെങ്കിൽ എത്രയാണ് ടാക്സ് റേറ്റ് പറയുന്നത്? 0% ടാക്സ് റേറ്റ് ആണ് പറയുന്നത്. എസെൻഷ്യൽ ഐറ്റംസ്, ഓക്കെ, ഫുഡ്, ബുക്ക്, ന്യൂസ് പേപ്പേഴ്സ്, അത്തരത്തിനൊക്കെ അതിനാണ് 0% ടാക്സ് റേറ്റ് പറയുന്നത്. ഇനി 0.25% പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡയമണ്ട്സിനൊക്കെ 0.25 ആണ് എന്ത് പറയുന്നത്, ടാക്സ് റേറ്റ് പറയുന്നത്. ഓക്കെ, ഇനി 5% ടാക്സ് റേറ്റ് പറയുന്നത് അപ്ലൈ ടു അപ്പാരൽ ബിലോ ₹1000. അപ്പാരൽസിന് 1000 താഴെയാണ് അപ്പാരൽസ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസിന്, അതുപോലെ തന്നെ 500 കുറവുള്ള ഫുഡ്വെയർ അണ്ടർ ₹500. മനസ്സിലായോ? അപ്പോൾ അതിനൊക്കെ 5% ടാക്സ് റേറ്റ് ആണ് പറയുന്നത്. അതൊക്കെയാണ് അപ്പാരൽ ബിലോ 1000, അതുപോലെ തന്നെ പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസ്, ഫുഡ്വെയർ അണ്ടർ ₹500 5% ടാക്സ് റേറ്റ്. പിന്നെ 12% ടാക്സ് റേറ്റ് പറയുന്നത് അപ്പാരൽ ഓവർ ₹1000, ഫ്രോസൺ മീറ്റ്സ്, കൾട്ടറി, ഷുഗർ, ബയോഡീസലിനൊക്കെ 12% ആണ് പറയുന്നത്. പിന്നെ 18% പറയുന്നത് ലക്ഷറി ഐറ്റംസിനാണ്. അതായത്
സ്വിമ്മിങ് പൂൾസ്, മേക്കപ്പ്, ഫുഡ്വെയർ കോസ്റ്റിംഗ് മോർ ദാൻ 500, അതായത് 500 രൂപയിൽ കൂടുതലുള്ള ഫുഡ്വെയേഴ്സിന്, പിന്നെ സ്വിമ്മിങ് പൂൾസിന്, മേക്കപ്പിനൊക്കെ എത്രയാണ് പറയുന്നത്, 18%. പിന്നെ 28% പറയുന്നത് ദ ഫൈനൽ ബ്രാക്കറ്റ് ടാക്സിങ് ഗുഡ്സ് അറ്റ് 28% അപ്ലൈഡ് ടു ലക്ഷറി പ്രൊഡക്ട്സ്. ലക്ഷറി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സൺസ്ക്രീന്, സെറാമിക് ടൈൽസ്, അതുപോലെ തന്നെ ഇന്ത്യൻ സിഗരറ്റ്, കാർസ്, മോട്ടോർ സൈക്കിളിനൊക്കെ 28% ടാക്സ് റേറ്റ് ആണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 0% ടാക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ ഐറ്റംസ്, ഫുഡ്, ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ ഹോട്ടൽ സർവീസ് അണ്ടർ 1000 ആണെങ്കിൽ അതിനൊക്കെ 0% ആണ്. അതുപോലെ തന്നെ 0.25 വരുന്നത് ഇൻഡസ്ട്രിയൽ ഡയമണ്ട്സിനാണ്. അതുപോലെ തന്നെ 5% പറയുന്നത് അപ്പാരൽ ബിലോ റുപ്പീസ് 1000 കുറവാണെങ്കിൽ, അതുപോലെ തന്നെ 500 രൂപയിൽ താഴെയുള്ള ഫുഡ് വെയേഴ്സിന്, പിന്നെ ഷുഗർ, ബയോഡീസൽ പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസിനൊക്കെ 5% ആണ് പറയുന്നത്. പിന്നെ 12%-നാണ് പറയുന്നത് ഇത് അപ്പാരൽ ഓവർ ₹1000, അതുപോലെ തന്നെ ബയോഡീസൽ, ഷുഗറിനൊക്കെ. പിന്നെ 18% പറയുന്നത് കുറച്ച് ലക്ഷറി ഐറ്റംസ്, മേക്കപ്പ്, സ്വിമ്മിങ് പൂൾസ്, ഫുഡ്വെയർ കോസ്റ്റിംഗ് ഒക്കെ. ഫുഡ്വെയറിന് 500 രൂപയിൽ കൂടുതലാണെങ്കിൽ 18%, 500-ൽ താഴെയാണെങ്കിലോ 5%. ഓക്കെ. പിന്നെ നമ്മുടെ കുറച്ചുകൂടെ ലക്ഷറി ഐറ്റംസ് ആയിട്ടുള്ള സൺസ്ക്രീൻ, അതുപോലെ തന്നെ സെറാമിക് ടൈൽസ്, പിന്നെ ഇന്ത്യൻ സിഗരറ്റ്, മോട്ടോർ സൈക്കിള്, കാർസിനൊക്കെ 28%. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടാക്സ് റേറ്റ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഷോർട്ടസ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, പഠിച്ച് വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്